നമുക്കാദ്യം ശരണിലേക്ക് പോകാം. ശരൺ, ഇന്നിപ്പോൾ തൃശ്ശൂരിലെ വാർത്ത അത് നമ്മെ വേദനിപ്പിക്കുന്നത് തന്നെയായിരുന്നു. ശരൺ ഇപ്പോൾ എവിടെയാണുള്ളത്? കൊച്ചിയിൽ പലയിടങ്ങളിലും നമ്മൾ ഇത്തരത്തിൽ കുഴികൾ കണ്ടിട്ടുണ്ട്. സ്റ്റേഡിയത്തിന് സമീപത്തൊക്കെ തന്നെയും യാത്ര ചെയ്യാൻ പറ്റാത്ത നിലയിൽ വരെയുള്ള കുഴികളുണ്ട്. വിനീത, വളരെ പ്രധാനപ്പെട്ട ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത്. അതായത് കൊച്ചി നഗരത്തിന്റെ ഹൃദയഭാഗം എന്ന് പറയാൻ കഴിയുന്ന സ്റ്റേഡിയം ലിങ്ക് റോഡാണ് നമ്മൾ ഈ കാണുന്നത്. ഈ സ്റ്റേഡിയം ലിങ്ക് റോഡ് ഇവിടുന്ന് ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത് നിന്നും ഏകദേശം 1 കിലോമീറ്റർ അപ്പുറത്താണ് കലൂർ സ്റ്റേഡിയം. ഈ സ്റ്റേഡിയത്തിലേക്ക് പോകുന്ന റോഡ് നമുക്ക് ഒരു വശത്ത് കൃത്യമായി തന്നെ കാണാൻ കഴിയുന്നുണ്ട്. നല്ലവണ്ണം ടാർ ചെയ്ത് വളരെ ഗംഭീരമായി കിടക്കുന്നുണ്ട്. അങ്ങനെ വേഗത്തിൽ തന്നെ സ്റ്റേഡിയത്തിലേക്ക് പോകാൻ കഴിയും. ഇനി മറുവശത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അതാണ് ഇതിൻ്റെ വിചിത്രമായ കാഴ്ച എന്ന് പറയുന്നത്. മറുവശത്ത് കുണ്ടും കുഴി മാത്രമേ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ എന്നുള്ളതാണ്. അതായത് ഇത് റോഡാണോ എന്ന് പറയാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ് കിടക്കുന്നത്. ഇത് കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇതേ അവസ്ഥയിൽ തന്നെയാണ് കിടക്കുന്നത്. പലതവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും, കാരണം ഇവിടെ നിരവധി ആളുകൾ അപകടത്തിൽപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു. നമുക്ക് ഈ ക്യാമറ ഒന്ന് സൂം ചെയ്താൽ കൃത്യമായി കാണാൻ കഴിയും. വലിയ കുഴികളാണ് ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടേക്ക് എത്തുന്ന ബൈക്ക് യാത്രികർ അപകടത്തിൽപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു. അങ്ങനെ നിരന്തരം അപകടം ഉണ്ടായതോടുകൂടി തന്നെ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് പോലും അവർക്ക് ഒരു അനക്കവുമില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും ഇപ്പോൾ നമുക്കിപ്പം നാട്ടുകാരുണ്ട്. ചേട്ടാ, എത്ര കാലമായിട്ട് ഇങ്ങനെ കിടക്കുന്നു? ഇതിപ്പോൾ വർഷങ്ങളോളമായി ശരിക്കും ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. അവിടെ അപ്പുറത്തൊരു പൈപ്പ് ലൈൻ ഇട്ടതുകൊണ്ടാണ് അവിടുത്തെ ആ ലൈൻ മാറി കിട്ടിയത്. ആ പൈപ്പ് ലൈൻ ഇട്ട് മൊത്തം പൊളിച്ച് ചെളിയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ആ റോഡ് നന്നാക്കി. ഇവിടെയും അതേപോലെ ഇനി പൈപ്പ് ഇട്ടാൽ മാത്രമേ നന്നാക്കുള്ളൂ എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. കാരണം ഇതിപ്പോൾ അവിടെ മുതൽ ഇപ്പോൾ 1.5 കിലോമീറ്ററോളം സ്റ്റേഡിയവും ഈ അറ്റമായിട്ടുണ്ട്. അവിടെ മൊത്തം കുഴികൾ തന്നെ. നമ്മളിപ്പോൾ സ്റ്റേഡിയത്തിൽ നിന്ന് വന്നപ്പം കാണാൻ കഴിഞ്ഞത് കുറച്ച് ഭാഗത്ത് മാത്രം, ബാക്കി മൊത്തം കുഴിയാണ് അല്ലേ? മൊത്തം കുഴിയാണ്. മൊത്തം കുഴി മാത്രമല്ല, ഇതിപ്പോൾ ഈ വരുന്ന മഴ ഒന്ന് ഒരു മണിക്കൂർ നിന്ന് പെയ്താൽ ഇതിലെ ഒരു വണ്ടിയും പോകില്ല. ബസ്സുകൾ ഉണ്ടെങ്കിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. മറ്റുള്ള ചെറിയ വണ്ടികളൊന്നും പോകില്ല. എല്ലാം പകുതി വെള്ളത്തിലാവും. എന്തായാലും വിനീത, വളരെ ബുദ്ധിമുട്ടിയാണ് വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നതെന്നുള്ളതാണ് ഈ റോഡിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏത് വാഹനവും എപ്പോൾ വേണമെങ്കിലും അപകടത്തിൽ പെടാം എന്നുള്ള അവസ്ഥ തന്നെയാണ്. മുട്ടിന് കുഴികളാണ് എന്ന് നമ്മൾ പറയില്ലേ? കണ്ടോ, എത്ര ബുദ്ധിമുട്ടിയാണ് ഓരോ വാഹനവും യാത്ര ചെയ്യുന്ന. സമയനഷ്ടം മാത്രമല്ല, ഗതാഗത കുരുക്കുണ്ടാകുന്നു. ഇത്തരത്തിൽ അപകട കെണികളും ആയി റോഡുകൾ മാറുകയാണ്.